കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പം നമുക്ക് ശ്ലോകം 16 നമ്മളിനി ചെയ്യേണ്ടത് അല്ലേ? അതെ, 16 ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 16 വായിക്കാം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്ക് എത്രത്തോളം പറ്റുന്ന അറിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയണമെന്നേ ഉള്ളൂ. കാരണം അത്ര വലിയ തത്വങ്ങളാണല്ലോ ഭഗവാൻ പറയണത്. അല്ലെങ്കിൽ പരമമായിട്ടുള്ള ജ്ഞാനം തന്നെയാണ് ഇതിലൊക്കെ പറയണത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അനുഭവമാവാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണമല്ലോ. അപ്പോൾ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സത ഉഭയോരഭിദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭി. അപ്പോൾ അർത്ഥം നോക്കാം നമുക്ക്. അതായത് അസതഹ ചാൽ ഇല്ലാത്തതെന്നാണ് അപ്പം ഇവിടെ അർത്ഥം കേട്ടോ. സത്തല്ലാത്തത്, എസൻസ് എന്നാണല്ലോ. സത്ത് ചാൽ എസൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എന്നാണ് അർത്ഥം, ഉള്ളതെന്നാണ് അർത്ഥം. അപ്പോൾ അസത്ത് പറയുമ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ അസത്ത് പറഞ്ഞാൽ ഇല്ലാത്തതിന്, അല്ല അസതഹ പറഞ്ഞാൽ ഇല്ലാത്തതിന്, ഭാവഹ അതായത് ഇല്ലാത്തതിന് ഉണ്ട് എന്നുള്ള ഭാവം, ന വിദ്യതേ ഇല്ല, ഇല്ലാത്ത ഒരു സാധനത്തിന് അല്ലെങ്കിൽ അസത്തായിട്ടുള്ള സാധനത്തിന് അതിനുണ്ടെന്നുള്ള ഭാവം ഉണ്ടാവാൻ വയ്യ. അതിന് ഞാനുണ്ട്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് അസത്തായിട്ടുള്ള ഒരു കാര്യത്തിന് അത് ഉണ്ടാവാൻ പറ്റില്ല. പറഞ്ഞാൽ എന്താ, ഇല്ലാത്തൊരു കാര്യത്തിന് ഉണ്ടെന്നുള്ള വിചാരം വരില്ലല്ലോ. എക്സിസ്റ്റ് ചെയ്യുന്നില്ല വെച്ചാൽ അതാണല്ലോ പറയണത്. അസത്ത ഭാവ ന വിദ്യതേ. ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവം ഉണ്ടാവില്ല. പിന്നെയോ സതഹ ഉള്ളതിന്, എക്സിസ്റ്റ് ചെയ്യണതിന് എപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭാവ ഇല്ലായ്മയും ന വിദ്യതേ ഇല്ല. ഉള്ളത് എപ്പോഴും ഉണ്ട്, ഇല്ലാത്തത് ഒരിക്കലും ഇല്ല. ഇനി എന്താ പറയണേ? അനയോഹോ ഉഭയോഹോ അപി, ഈ രണ്ടിൻ്റെയും അന്തഹത്തു, അതിൻ്റെ ശരിക്കുള്ള സത്യം നിർണയം തത്വദർശിഭിഹി, തത്വത്തെ അറിയുന്നവരാൽ ദൃഷ്ട അറിയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഒരു എന്താ പറയുക, അത്ര എളുപ്പമുള്ള ഒരു ശ്ലോകമാണെന്ന് പറയാൻ വയ്യ. കാരണം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും പറയാച്ചാൽ കുറച്ച് വളരെ വിഷമാണെന്ന് തന്നെ പറയണം. അതായത് അത്ര നമുക്ക് പലതും നമുക്കത്ര അനുഭവം ഇല്ലാത്തതാണ് പറയണത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പുസ്തകങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ നോക്കാം എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ ശരിക്കും ഇപ്പോൾ ഇല്ലാത്തതിൽ ഉണ്ട് എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ മലയാളത്തിൽ ഉണ്ട്, എക്സിസ്റ്റൻസിന് ഉണ്മ എന്ന് പറയും. അപ്പോൾ ഇല്ലാത്തതിന് ഉണ്മ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ഉള്ളത് ഒരിക്കലും ഇല്ലാതിരിക്കണമില്ല. അതായത് പക്ഷേ നല്ല അറിവുള്ളവരില്ല, യോഗീശ്വരന്മാർ, തത്വദർശികൾക്ക് ഈ എക്സിസ്റ്റൻസും എക്സിസ്റ്റൻസ് ഇല്ലായ്മയും രണ്ടിൻ്റെയും രഹസ്യം അവർക്ക് അറിയാം. ആർക്ക്? ഈ തത്വദർശികളെ പറഞ്ഞാൽ ആ തത്വം മനസ്സിലായവർക്ക് അത് ശരിക്കും അവരനുഭവമുണ്ടേ. ഉള്ളത് എന്നും ഉണ്ടെന്നും ഇല്ലാത്തത് ഒരിക്കലും ഇല്ലയെന്നും. അതായത് ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള വിചാരം ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളതിന് ഇല്ലായ്മ ഇല്ല എന്നുള്ള, ഞാൻ എക്സിസ്റ്റ് ചെയ്യണു എന്നുള്ളത്
എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും അങ്ങനെ അത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മൾ അതിലേക്കാണ് വരണം കേട്ടോ. ഏതായാലും അതാണ് അപ്പം അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നമുക്ക് അതിനെ കുറച്ചുകൂടി പറയാൻ നോക്കാം കേട്ടോ. എന്താണ് ശരിക്കും സത്യത്തിലുള്ളത് എന്നുണ്ട്. എന്താണ് പിന്നെ സത്ത്, എന്താ അസത്ത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പം ഇവിടെ എന്താ പറഞ്ഞു കൊണ്ടുവരുന്ന ഭഗവാൻ വെച്ചാൽ, ആത്മാവ് മാത്രമേ ശരിക്ക് നിത്യം നിരന്തരമായിട്ട് ഇവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണ് നമുക്ക്. അത് വരണു, കുറച്ച് നേരം നിൽക്കണു, ഇല്ലാണ്ടേ ആവണു. അപ്പോൾ അത് സത്യമല്ല, അപ്പോൾ അത് റിയലല്ല. അതായത് ആ എപ്പോഴും ഉണ്ടാവുന്ന ആ സ്വഭാവം അതിനില്ല. സത്തും അസത്തും, ഐ എക്സിസ്റ്റ്, ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ബാക്കിയുള്ളവരുണ്ടെന്ന് തോന്നുന്നത് പോലും വെറും അപ്പിയറൻസാണ്. ഇപ്പോൾ നമുക്ക് സ്വപ്നത്തിലുള്ള പോലെയാണ്. ശരിക്കും ഞാൻ എന്നുള്ളതേ ശരിക്കുള്ളൂ. ബാക്കി നമുക്ക് തോന്നുന്നതൊക്കെ സ്വപ്നത്തിൽ നമുക്ക് ശരിക്കും തോന്നൂലോ ഉണ്ടെന്ന്, പക്ഷേ ഉണർന്നാൽ പിന്നെ ഇല്ലല്ലോ. അതുപോലെയാണെന്നാണ്. അതായത് ഞാൻ ഉണ്ട് എന്നുള്ള ആ ബോധത്തിന് നമുക്ക് നമ്മുടെ പിന്നെ ഇന്ദ്രിയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഉണ്ടെന്നുള്ള തോന്നലിന് ഇന്ദ്രിയങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അല്ലേ? അപ്പം ഇതിലിപ്പോൾ പറയണത് വളരെ വിഷമമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നമ്മൾ മാത്രം ആ ബ്രഹ്മം മാത്രം, ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാതും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മായ കൊണ്ട് തോന്നുകയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ 3 തരത്തിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ എക്സ്പീരിയൻസ്, നമുക്ക് മേൽ തൊട്ടാലോ അല്ലേ വേദനിക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിസിക്കൽ എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് മനസ്സിന് മെൻ്റൽ എക്സ്പീരിയൻസ്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ആ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയണത്. ഫിസിക്കൽ, മെൻ്റൽ, എക്സിസ്റ്റൻഷ്യൽ, അതാണ് ബോധം. അപ്പോൾ ഇതിലിപ്പോൾ എന്താ, അപ്പോൾ ഇതാണ് ഇതിൽ 2 കാര്യമാണ്. അപ്പോൾ ഇത് സാഖ്യത്തിലേക്ക് വരികയാണല്ലോ നമ്മൾ. അപ്പോൾ എന്താ അറിയോ, ഇവിടെ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ ഈ ജഗത്ത് എടുക്കുക വെച്ചാൽ. ഒന്ന് സത്യം, മറ്റത് ജഡം. 2 ഉള്ളൂ. സത്തും ജഡവും മാത്രമേ ഉള്ളൂ ഇവിടെ. ആ സത്തിൻ്റെ പ്രസൻസിൽ, സാന്നിധ്യത്തിലാണ് ജഡം ശരിക്കുണ്ട തോന്നണത്. ആ സത്ത് നീങ്ങിയാൽ അത് വെറും ശവം, അല്ലേ? അതാണ്. അപ്പോൾ ഈ സത്തും അസത്തും ശരിക്ക് പറയാച്ചാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ വെളിച്ചത്തിനെയും പിന്നെ സത്ത് വെളിച്ചവും അസത്ത് ഇരുട്ടുമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ശ്രമിക്കാം. സത്ത് വെളിച്ചം, അസത്ത് ഇരുട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ സത്തുനിന്ന്, അതായത് വെളിച്ചത്തിൽ നിന്ന് വല്ലപ്പോഴും ഇരുട്ടുണ്ടാവുമോ? വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല. അതായത് വെളിച്ചത്തിന് ഇരുട്ടിനെ ഉണ്ടാക്കാനേ പറ്റില്ല. എന്തായാലും പറ്റില്ല. മാത്രമല്ല വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഇരുട്ട് ഇല്ലാതെയാവും ചെയ്യും, അല്ലേ? അതുകൊണ്ടല്ലോ അപ്പം അതാണ്. അപ്പം ഇവിടെ സത്ത പറഞ്ഞാൽ ഇരുട്ട് ശരിക്കില്ല, വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്, അല്ലേ? അതായത് ശരിക്ക് ഈ നമ്മുടെ ബോഡി എടുക്കുക കേട്ടോ, അത് ജഡാണ്, അസത്താണ്. ആ ബോഡി ശരിക്ക് പറയാച്ചാൽ ഞാൻ എന്നുള്ളത്, നമ്മൾ പറയണ ആ ബോഡി, അതിൻ്റെ സത്തായിട്ടുള്ള ജീവൻ അവിടെ ഇല്ലെങ്കിൽ ഈ ഞാൻ പറയണ ശരീരം ഉണ്ട്, കുറച്ച് ദിവസം ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് നശിച്ച് മണ്ണായി പോവുമല്ലോ. കത്തിച്ചു വെച്ചാൽ അപ്പം തന്നെ പോവും. അപ്പോൾ ലൈറ്റ് ഉണ്ട്, പക്ഷേ ലൈറ്റിൽ നിന്ന് ഇരുട്ടൊരിക്കലും ഉണ്ടാവുന്നില്ല. അതായത് ലൈറ്റിൽ നിന്ന് ഉണ്ടാവണതല്ല ഇരുട്ട്. ലൈറ്റ് കനോട്ട് പ്രൊഡ്യൂസ് ഡാർക്ക്നെസ്, അല്ലേ? അപ്പോൾ അതേപോലെയാണ് ബോധം വെച്ചാൽ
ലൈറ്റ് എക്സിസ്റ്റൻസ്. ജഡം ചാലോ ഇല്ലാത്തത്. അപ്പം ജഡം ഞാനുണ്ടെന്ന്, അതായത് ഞാനുണ്ടെന്നുള്ള എക്സ്പീരിയൻസിന് ഈ ജഡത്തിന് ഇല്ലെന്നെ. അതായത് ഈ ജീവൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഞാൻ ഉണ്ടെന്ന് തോന്നണത് അല്ലേ. ജീവനോ ആത്മാവ് പോയി കഴിഞ്ഞാൽ, ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ വല്ലതും അറിയോ? എക്സിസ്റ്റൻസ് ഉണ്ടോ ഈ ജഡശരീരത്തിന്? എന്നാൽ പിന്നെ എന്താണ് ഈ ജഡവും ഉണ്മ എന്ന് പറഞ്ഞ എക്സിസ്റ്റൻസ്, സത്ത്. എന്നാൽ ജഡം വെച്ചാൽ അസത്ത് കേട്ടോ, അങ്ങനെ അത് പറഞ്ഞാലേ ശരിയുള്ളൂ. എന്നാൽ എന്താ ജഡവും ഉണ്മയും കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ്? അതാണ്, ആ റിലേഷൻഷിപ്പാണ് നമ്മളെ ശരിക്കും പറയാ വെച്ചാൽ അത് മനസ്സിലാക്കാനാണ് നമ്മൾ സെർച്ചിങ് ഫോർ നമ്മളെ സത്യ അന്വേഷണം. അതാണ് ബോധം ആണ് എസൻസ്, ജഡം വെറും നാമരൂപങ്ങളാണ്. അതാണ് ഇതൊരു ബേസിക്കായിട്ട് നമുക്ക്, എന്നാലേ നമുക്ക് നാസതോ അത് മനസ്സിലാവുന്നുള്ളൂ ആ ഒരു ഈ ശ്ലോകം. അതായത് ജഡം എന്നുള്ളത് ഈ സത്തായിട്ടുള്ള ആ ബോധത്തിൻ്റെ അല്ലെങ്കിൽ ഉണ്മ എന്ന് പറഞ്ഞില്ല, ആ ഉണ്മയുടെ പ്രസൻസ് ഇല്ലാണ്ട് ജഡത്തിന് ഞാൻ ഉണ്ടെന്നുള്ള തോന്നലൊന്നുമില്ല. അതുകൊണ്ടാണ് പറയണത് ഉള്ളത് എന്നും ഉണ്ട്, ഇല്ലാത്തത് ഒരിക്കലും ഇല്ല എന്ന് പറയണം. ഇപ്പം നോക്കൂ, കുടങ്ങളും എടുത്തു വെച്ചോട്ടെ, മണ്ണ് അവിടെ ഉണ്ട്. അതാണ് എല്ലാറ്റിനും മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനങ്ങളുടെയും പ്രധാന ഘടകം മണ്ണ് മാത്രമാണ്. വെറും മൺപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചോട്ടെ, എല്ലാറ്റിൻ്റെയും പ്രധാന ഘടകം ഏതാ? നമ്മൾ ഉണ്മ പറയണത് മണ്ണാണ്. മറ്റതൊക്കെ ശരിക്കും മണ്ണ് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ പല നാമരൂപങ്ങൾ. അതുപോലെയാണ് ആത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ആ ആത്മാവിൽ ഉണ്ടാകുന്ന നാമരൂപങ്ങളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മൺപാത്രങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാൽ, ഉടച്ചാൽ വെറും മണ്ണല്ലേ ആവില്ലേ? അതുപോലെയാണ് നമ്മളെ ഈ ബോഡി നശിച്ചാൽ പിന്നെ വേറൊന്നുമില്ല, ആത്മാവന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പൊന്തി മറയണതാണ് ഈ ജഡമായിട്ടുള്ളതൊക്കെ, ജഗത്തടക്കം കുറച്ച് നേരത്തേക്ക് പൊന്തി മറയണതാണ്. ശരിക്ക് ഉണ്മ എക്സിസ്റ്റൻസ് ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് പറയണത്. ഈ ഒരു റിയലൈസേഷനിൽ അത് നമുക്ക് ശരിക്കും അനുഭവമാവണമെങ്കിൽ നമുക്ക് അതിനെയാണ് നമ്മൾ ജ്ഞാനം ഉദിക്കുക എന്ന് പറയണത്. അതിനാണ് നമ്മൾ കഴിഞ്ഞാലൊക്കെ പറഞ്ഞു നല്ല ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. എന്നാൽ അവിടേക്ക് എങ്ങനെ എത്താം? അതിനാണ് പറഞ്ഞത്. തിദീക്ഷയൊക്കെ പറഞ്ഞുല്ലോ, നമ്മൾ ഈ ഇക്വാനിമിറ്റി, ഫേസിങ് ഓപ്പോസിറ്റ്സ് വിത്ത് ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞില്ലേ തിദീക്ഷ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ബുദ്ധി തെളിയുക. അപ്പോഴാണ് നമുക്ക് ഈ ആത്മാ ഏതാ, ആത്മാവല്ലാത്തതേതാ, ആത്മ മീൻസ് ഉണ്മ, അതായത് എപ്പോഴും ഉള്ളത് ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് അങ്ങനെ ബുദ്ധി നല്ലോണം വികസിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. എനിക്ക് പറയാൻ പറ്റുന്നത് മുഴുവൻ പറഞ്ഞു എന്നുപോലും എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ഉണ്മയും ഇതിലിപ്പോൾ രണ്ട് കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, അതിന് ഉണ്മ എന്നുള്ളത് എക്സിസ്റ്റൻസ് എന്ന് എടുക്കണം, അല്ലെങ്കിൽ സത്ത് എസൻസ്, ഉണ്മയാണ് എസൻസ്. ജഡം ചാൽ സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ലാത്തത്. ഈ ഉണ്മ അവിടുന്ന് മാറിയാൽ ജഡത്തിന് ഞാൻ ഉണ്ടെന്ന് തോന്നില്ല. അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത് ഉണ്മയ്ക്കൊരിക്കലും ഇല്ലാത്ത ഭാവമില്ല, ജഡത്തിന് ഒരിക്കലും ഉണ്ടെന്നും വിചാരിക്കാൻ പറ്റില്ല, ഒരിക്കലും തന്നെ അവന് തന്നെ കേട്ടോ. അതാണ് ഇതിൽ പറയണത്. ഇനി നമുക്ക് അത് വായിച്ചിട്ട്, അതായത് അതിന് എന്താ ഇപ്പം അർജുനോടത് പറയാൻ കാരണം വെച്ചാൽ, ഈ ദ്രോണരാണെങ്കിലും ഭീഷ്മരാണെങ്കിലും കൃപരാണെങ്കിലും കൗരവന്മാരൊക്കെ അവരുടെ ആത്മാവിനൊന്നും പറ്റില്ല. ഈ ജഡശരീരം നശിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവർക്ക് ചൈതന്യം കൊടുക്കുന്ന ആത്മാവ് എന്നും ഉണ്ടാവും. ശരിക്കും അതാണ്. പക്ഷേ ബോഡിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭീഷ്മര ദ്രോണരെ നമ്മളൊക്കെ നമ്മുടെ അച്ഛൻ അമ്മ കുട്ടികളെ ഒക്കെ ബോഡിയായിട്ട്, അല്ലെങ്കിൽ ഉള്ളിലത്തെ അന്തരാത്മാവ് എല്ലാവരുടെയും ഒന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അത് ബോധ്യവാനാണ് പറയണത്.
ആരോടെ? അർജുനോട്. ഇനി നമുക്ക് 16 വായിച്ച് 17ലേക്ക് പോവാട്ടോ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തസ്തന്വയോസ്തത്വദർശിഭി. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാലും നമുക്കത് ഒട്ടും കിട്ടില്ല. ഈ സാഖ്യയോഗത്തിൽ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട്, ഉണ്മയും ജഡവും. അതായത് ആത്മാവും അനാത്മാവും പറയും. ആത്മാവ് അല്ലാത്തതൊക്കെ അനാത്മാവാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജഗത്തടക്കം എല്ലാം അനാത്മാവാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞാൽ എന്താണ്? ആത്മാവ് എന്നുള്ളതാണ്, നാശമില്ല, എപ്പോഴും ഉണ്ട്. അനാത്മാവ് എപ്പോഴും ഇല്ല, ഒരിക്കലും ഉണ്ടെന്നുള്ള ബോധമില്ല. ആത്മാവ് ഉണ്ടാവുകൊണ്ടാണ് തോന്നണമെന്ന് പറയണം. അവിനാശിത അതിനാണ് നമ്മൾ പറയുക, ജ്ഞാനത്തിന് വേറൊരു വാക്കാണ് ആത്മാനാത്മവിവേകം എന്ന് പറയും. അതായത് ആത്മാവും അനാത്മാവും എന്താന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്താൽ ജ്ഞാനി എന്ന് പറയാം. അതാണ് ആത്മാനാത്മവിവേകം കേട്ടോ. ഇനി 17 അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇനി വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് പറയണമല്ലോ, അത്രയേ ഉള്ളൂ. 17ാമത്തെ ശ്ലോകം നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം നോക്കാം. സർവം ഇദം, അതായത് ഇതെല്ലാം, അതായത് ഈ വന്നും കുറച്ച് നേരം നിന്നും നശിച്ചും പോകുന്ന എല്ലാ ദേഹം പോലെയുള്ള എല്ലാ കാര്യങ്ങളും, ദേഹാദികളൊക്കെ ഏന ഏതു വസ്തുവിനാൽ, ഏതിനാൽ, തതം അതായത് ഏത് ശക്തി ഒരു സാക്ഷിയായിട്ട്, വിറ്റ്നസ്സായിട്ട് ഈ ഇതിലൊക്കെ പെർവൈഡ് ചെയ്യുന്നുണ്ട്, നിറച്ച് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണത് ഏത് ശക്തിയാണോ അവിനാശി, അതാണ് നാശമില്ലാത്തത്. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ കാണുന്ന ജഗത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ ദേഹം അടക്കം, ഈ ദേഹാദികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ശക്തിയുണ്ട്. അതാണ് ആത്മാവ്. എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കണ ഒരു, അപ്പോൾ പിന്നെ വേറെ എവിടെയും രണ്ടാമതൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എല്ലാറ്റിലും എല്ലാ ദിക്കിലും എല്ലാറ്റിൻ്റെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കണ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നുമില്ല, എല്ലാ ദിക്കിലും അതുകൊണ്ട് നിറഞ്ഞു. അതാണ് ഇവിടെ പറയണത്. ഏത് വസ്തു കൊണ്ടാണ് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത്? അതാണ് അവിനാശി, അതാണ് നാശമില്ലാത്തത്. ആ കാര്യത്തിനാണ്, ആ വസ്തുവിനാണ് നാശമില്ലാത്തത്. വിധി, അത് നീ അറിഞ്ഞാലും അർജുന. വിധി പറഞ്ഞാൽ അറിഞ്ഞാലും. അവ്യയസ്യ അസ്യ, നാശം, അവ്യയം എന്ന് പറഞ്ഞാൽ മാറ്റവും നാശവും ഇല്ലാത്തത്, നാശമില്ലാത്ത ഇതിന് വിനാശം കർത്തും, നാശത്തെ ചെയ്യുവാൻ, അതിനെ നശിപ്പിക്കാൻ, ആ ഓൾ പെർവൈഡിങ് സർവവ്യാപിയായിട്ടുള്ള ആ ശക്തിയെ നശിപ്പിക്കാൻ കശ്ചിൽ അർഹതി, ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, നമ്മുടെ എല്ലാവരുടെയും ഈ കാണുന്ന ജഗത്തിൻ്റെ മുഴുവൻ അകത്തും പുറത്തും ഒരുപോലെ പെർവൈഡ് ഇതും കൊണ്ടാ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതാണ് ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ. അതാണ് പറയുന്നത്, നശിക്കാത്ത, നാശമില്ലാത്ത ശക്തി. ഒന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല. അതുകൊണ്ടേ ഇൻഡിസ്ട്രക്റ്റിബിളാണ്. അവ്യയസ്യ, ഡിസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്കും അതിനെ അത് ഇല്ലാണ്ടേ ആവില്ല എന്ന് പറയുകയാണ്. അതായത് ഇംപെറിഷബിളാണ് ആത്മാവ്, ഇംപെറിഷബിൾ, നാശമില്ലാത്തത്. സർവത്ര സദാ, എല്ലാ ദിക്കിലും പ്രകാശിച്ച് നമ്മളെ പ്രകാശമാനമാക്കുന്നത് എല്ലാം അതാണ്. എന്തിന് പറയണു? സൂര്യനെയും ചന്ദ്രനെ പോലും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ആത്മാവ്, അല്ലെങ്കിൽ ബ്രഹ്മം. ഒരാൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വരെ നമുക്ക്, അതാണ് അർജുനോട് പറയണം. അപ്പോൾ ഇവിടുത്തെ ഈ സന്ദർഭത്തിലേക്ക് വരുമ്പോൾ നമുക്കത് പറയണമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണ വരെ നമുക്ക്
സ്വധർമ്മം ഈശ്വര അർപ്പണമായിട്ട് ചെയ്ത് ഫലത്തിനെപ്പറ്റി വറിയാതെ ഫലാപേക്ഷയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് സ്വധർമ്മം ചെയ്യൽ മാത്രമേ നമുക്ക് അതുവരെ ആ ഒരു അറിവ് കിട്ടുന്ന വരെ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഇവിടെ പറ്റില്ല. അതാണ് നീ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിന്നോട് പറയണമെന്ന് പറയണത്. അതായത് ഇപ്പം സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവമില്ലാതെ ആ ഫലത്തിനെ പറ്റി ചിന്തിക്കാതെ ചെയ്യന്നെ പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പോഴും ആ ആത്മാവും അനാത്മാവും തമ്മിലുള്ളത് വ്യത്യാസം അനുഭവമായി തീർന്നിട്ടില്ല അർജുനനെ. അപ്പോൾ അതേ പറ്റുള്ളൂ എന്ന് പറയാണ്. അതായത് ഇതെന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചത്തിനെയാണ് പറയണത്. അതിൻ്റെ മുഴുവൻ, ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അകത്ത് എല്ലാ ദിക്കിൽ നിറഞ്ഞു നിൽക്കണ ശക്തിയാണ് ബ്രഹ്മം, അല്ലെങ്കിൽ ആത്മാ, പരമാത്മാ, സബ്സ്ട്രാറ്റം എന്നൊക്കെ പറയൂലോ. സോ സബ്സ്ട്രാറ്റം ഈസ് ദ ബ്രഹ്മം. ഏതുപോലെ ഒരു നൂല് കൊണ്ടല്ലേ ക്ലോത്ത് ഉണ്ടാക്കുക, എല്ലാ ദിക്കിൽ നൂലുണ്ടാവുമല്ലോ, അതുപോലെയാണ്. അതാണല്ലോ വിശ്വാകാരമായി നിൽക്കുന്ന ഭഗവാൻ എന്നാണ് പറയുക. ഈ ഭഗവാൻ തന്നെ ഈ വിശ്വമാണ്, വേറെ രണ്ടാമതൊന്നില്ല. അതായത് ഈ നമ്മുടെ എക്സിസ്റ്റൻസിനെ ഈ സാഖ്യയോഗ പ്രകാരം രണ്ടാക്കിയിട്ടാണ്. ഒന്ന് അഹം, ആ ഞാൻ എന്നുള്ള എക്സിസ്റ്റൻസ്, പിന്നൊന്ന് ഇതം, അതായത് ഈ ജഗത്തും. രണ്ടേ ഉള്ളൂ. അതിൽ അഹാണ് സ്വയം പ്രകാശ സ്വരൂപി. അകത്തിനൊരു എന്നും പ്രകാശിച്ചും കൊണ്ടിരിക്കുകയാണ്, സെൽഫ് ഇല്ലൂമിനേറ്റിംഗ് ആണ്, സ്വയം പ്രകാശമാണ്. ഇതം എന്നുള്ളതോ, ഇതം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് അല്ലേ, അതിനെ കാണണമെങ്കിൽ ഈ അകത്തിൻ്റെ ലൈറ്റ് വേണം. ആ സെൽഫ് ഇല്ലൂമിനേറ്റിംഗ് ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ ലൈറ്റിലാണ് നമ്മൾ ഈ ഇതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ മുഴുവൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ബോധം ഉണ്ടെങ്കിലേ, ആ ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ജഗത്തുള്ളൂ അല്ലേ. നമ്മൾക്ക് ബോധമില്ലെങ്കിൽ ഈ ലോകമില്ലല്ലോ. അതാണ് ഇതിൽ പറയണത്. ഈ ബോധം ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ ജഗത്ത് അനുഭവപ്പെടുന്നുള്ളൂ. ആ ബോധം മറഞ്ഞു പോയാൽ നമുക്ക് ഈ ജഗത്തില്ല അല്ലേ. മാത്രമല്ല പുറത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടൂല. അത് ഒരിക്കൽ എല്ലാ ദിക്കിൽ നിറങ്ങി നിൽക്കുകയാണ്, രണ്ടാമതൊന്നുമില്ല. നമ്മളും അതാണ് പറയണത് കേട്ടോ. എല്ലാ ഈ ജഡരൂപങ്ങളും നാമങ്ങളും നമ്മൾ ഈ കാണുന്നത് മുഴുവൻ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവും. അപ്പം നമ്മളിപ്പോൾ ചോദിക്കേണ്ട ചോദ്യം എന്താ അർജുനോട് പറയാച്ചാൽ, ഇതൊക്കെ ഏതിൽ പ്രത്യക്ഷപ്പെടുന്നു, ഏതിൽ മറയുന്നു? അതായത് ഇൻ വാട്ട് ദേ അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. അതാണ് ശരിക്കും സത്യാന്വേഷണം. സത്യമായിട്ടുള്ള ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. മറ്റത്തൊക്കെ ജഡാണെന്ന് പറഞ്ഞു, അഹം ഇതം പറഞ്ഞുവല്ലോ. എന്നാൽ ശരി, ഇതൊക്കെ പൊന്തി മറയണതാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ആ വെള്ളത്തിൽ പൊള്ള പോലെ. അപ്പം അതേതാണെന്ന് അന്വേഷിച്ച് പോവലാണെന്ന് എനിക്ക് സത്യാന്വേഷണം. ഏതിന്നാണ് ഈ ജഡവസ്തുക്കളൊക്കെ വന്നത്, ഏതിലാണ് അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണത്, ആൻഡ് എന്തിലേക്കാണ് അപ്രത്യക്ഷമാവണത്, അതാണ് ബോധം അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. അതിനാണ് പറയണത്. ഒരു വ്യത്യാസവും ഇല്ല ഒരിക്കലും. അതുതന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിന് പറഞ്ഞ അതില്ലാത്തൊരു കാലമില്ല എന്ന്. ഇതുള്ളൊരു കാലമില്ല, തോന്നലാണെങ്കിൽ ഉള്ളൊരു കാലമില്ലല്ലോ. അതിനെ ആർക്കും നശിപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലേ. നോബഡി ക്യാൻ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞു ഇല്ലേ. അതായത് ഭഗവാൻ എന്താ പറയണ വെച്ചാൽ, ഈ അൾട്ടിമേറ്റ് രഹസ്യം ആണ് ഇപ്പം ഭഗവാൻ പറഞ്ഞത്. ശരിക്കും പറയാ വെച്ചാൽ ബോധവും ജഡമേ ഉള്ളൂ. ഈ ജഡവസ്തുക്കൾ മുഴുവൻ ബോധത്തിൽ പ്രത്യക്ഷമായി കുറച്ച് നേരം നിന്ന് അപ്രത്യക്ഷമാവണതാണ്. അതുകൊണ്ട് അർജുന, ആ സത്യത്തിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തുന്നത് വരെ നിൻ്റെ സ്വധർമ്മമായിട്ടുള്ള യുദ്ധം ഈശ്വരാർപ്പണമായി ചെയ്ത് ഞാനാണ് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കാതെ നിൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കൂ. മനസ്സ് ശുദ്ധമായാൽ
ശുദ്ധ മനസ്സിൽ വൈരാഗ്യം ഉദിച്ചാൽ അപ്പം ഈശ്വരകൃപയ്ക്ക് സമയമാവുമ്പോൾ നിനക്ക് ഈ ജ്ഞാനം, അതായത് ഇവിടെ ഈ സെൽഫ് ഇല്ലൂമിനേറ്റിംഗ് ആ ലൈറ്റ്, സ്വയം പ്രകാശ സ്വരൂപമായിട്ടുള്ള ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് സാക്ഷി മാത്രമായിട്ട് അതിൽ പൊന്തി മറയുന്ന ദൃശ്യങ്ങളാണ് ഞാൻ അടക്കം നിനക്ക് ബോധ്യവും. പക്ഷേ അവിടെ എത്തണമെങ്കിലാണ് പറയണത് എന്താ, സ്വധർമ്മം അനുഷ്ഠിച്ച് ഈശ്വര അർപ്പണമായിട്ട് സ്വധർമ്മ യജ്ഞമായിട്ട് കർമ്മം ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കൂ എന്നാണ്. അപ്പോൾ സാഖ്യയോഗമാണ് ഈ അഹം ഇതം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സ്വസ്വരൂപം അല്ലാത്തത് ജഡം, അതൊക്കെ ആ രണ്ടെണ്ണമാണ്. പുരുഷൻ, പ്രകൃതി, എന്ത് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ സാഖ്യയോഗം എന്ന് പറഞ്ഞത്. പിന്നെ ഈ പല സംഖ്യ എന്ന് പറഞ്ഞൂല്ലോ, അതിനതെ പല തത്വങ്ങളുണ്ട്. ചിലർ 12 തത്വം പറയും, ചിലർ 28 തത്വം പറയും, ചിലർ 24 തത്വം പറയും. അതായത് ഏതൊക്കെ കൂട്ടണതനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് ശരിക്കും ആദ്യം പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുരുഷൻ പ്രകൃതിക്ക് എനർജി കൊടുത്തിട്ട് പ്രകൃതിയെ ഉണർത്തും, അല്ലേ, ആജിറ്റേറ്റഡാക്കും. അങ്ങനെയാണല്ലോ. അപ്പം ശരിക്കും പ്രകൃതിയിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചുള്ളൂ, പുരുഷനെ വിട്ടോളൂ. അവിടെ ശരിക്കും പുരുഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് വിടൂ. അപ്പോൾ ബാക്കി തത്വങ്ങളെ പറയണത് അതാണ്. എന്താ പറയുക, പ്രകൃതി, അതായത് ആ പ്രൈമോഡിയൽ നേച്ചർ, പ്രകൃതി, അതാണ് പ്രൈമോഡിയൽ നേച്ചർ, പ്രകൃതി. പിന്നെ അതിന്ന് ഈ 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണം, രജസ്, തമോ ഗുണങ്ങളൊക്കെ ഇളകി അതിൻ്റെ ഈക്വലിബ്രിയം നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ആദ്യമായിട്ട് അഹംബോധം, ഏത് ഐ എക്സിസ്റ്റ് ഉണ്ടാവണത്. ആദ്യമായിട്ട് ഐ എക്സിസ്റ്റ് എന്നുള്ള ബോധം ഉണ്ടാവുക. അതിന്നാണ് പിന്നെ അഹങ്കാരം, അതായത് ഞാൻ എന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് 3 തരം അഹങ്കാരവും, സാത്വികം, അതൊക്കെ നമ്മൾ എണ്ണി നോക്കുക വെച്ചാൽ സാത്വികം, രാജസം, അപ്പം അത് 3, 3, 2, 5. പിന്നെ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടാവും, പിന്നെ ഈ മറ്റേ ദേവന്മാരുണ്ടാവും, മറ്റേ 10 ഇന്ദ്രിയങ്ങളുണ്ടാവും. പിന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളുണ്ടാവും. അങ്ങനെ എണ്ണിയിട്ടാണ് പലരും ഏതൊക്കെ അതിൽ പെടുത്തണമെന്നനുസരിച്ചിട്ട് പല പല എണ്ണങ്ങളുണ്ട് തത്വങ്ങളൊക്കെ. അതുകൊണ്ടുണ്ട് സാഖ്യം എന്ന് വരാൻ ഒരു കാരണം. പക്ഷേ സാഖ്യയോഗത്തിൻ്റെ കാതലായിട്ടുള്ള വിശ്വാസം ഇതാണ്, ബോധം ജഡം. ഈ ജഡമായതൊക്കെ ബോധത്തിൽ പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷപ്പെടുന്നതാണ്. ഓർ എവ്രിതിങ് ഈസ് അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ് ഇൻ ദ സൂപ്പർ കോൺഷ്യസ്നെസ്. ഇതൊക്കെ ശരിക്കുള്ളതല്ല. വിത്തൗട്ട് ദാറ്റ് സെൽഫ് ഇലൂമിനേറ്റിംഗ് സൂപ്പർ കോൺഷ്യസ്നെസ് നത്തിങ് ഈസ് ദെയർ. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ്. നമുക്കിപ്പം ഞാൻ ഇവിടെ ഇരിക്കണോടത്ത് എനിക്ക് ബോധം പോയാൽ എന്താണ്, എനിക്ക് പിന്നെ ഈ ലോകമില്ല, എനിക്ക് ഭഗവത്ഗീത എൻ്റെ മുമ്പിലിരിക്കുന്നില്ല, ഞാനിത് പറയണില്ല, ഈ ഫോൺ മുമ്പിലില്ല, ഒരു ലൈറ്റ് ഉണ്ട്, അതൊന്നുമില്ല. ബോധം ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, ഞാനൊരു വീട്ടിലിരിക്കണം, എൻ്റെ കുട്ടികൾ ഓരോ ദിക്കിലുണ്ട്, അതൊന്നുമില്ല പിന്നെ. അപ്പം ബോധം ജഡം, ബോധമില്ലെങ്കിൽ ജഡമില്ല. അതുകൊണ്ടാണ് ജഡത്തിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയണത്. സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ബോധം എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അത് അത് വായിച്ച് നിർത്താട്ടോ, അത്രേ പറ്റുള്ളൂ. കാരണം അത്ര പറയാൻ വിഷമമുള്ളതാണ്. അവിനാശിതു തദ്വിധി യേന സർവമിദം തതം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇവിടെ ഇതം എന്നുള്ളതാണ് പിന്നെ എന്താ പറയുക, ആ ലോകത്തിനെ പറയണത് കേട്ടോ. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.